സൂചിപ്പിച്ചത് ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായം ചെയ്തെന്ന ആരോപണത്തിൽ ജയിൽ ഡിഐജിക്കും സൂപ്രണ്ടിനും സസ്പെൻഷൻ. മധ്യമേഖലാ ജയിൽ ഡിഐജി അജയ്കുമാർ, ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്കെതിരെയാണ് നടപടി. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു ശ്രീധർ, ഇവർ വഴിവിട്ട് സഹായം ചെയ്തു എന്നുള്ളത് നേരത്തെ തന്നെ ബോധ്യമായതാണ്. അതിപ്പോൾ തെളിയിക്കപ്പെടുകയാണോ? അന്വേഷണ റിപ്പോർട്ടിലും അതാണോ നടപടി? തീർച്ചയായും സുജയ, കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രേക്ക് ചെയ്തൊരു വാർത്തയാണ് 2 ദിവസത്തിനകം നടപടി ഉണ്ടാകും എന്നുള്ളത്. അതിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഈ രണ്ടാം ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും 2 പേർക്കെതിരെയും നടപടി വന്നിരിക്കുന്നു. ഡിഐജി ആയിട്ടുള്ള മധ്യമേഖലാ ജയിൽ ഡിഐജി അജയ്കുമാറിനെതിരെയും അതുപോലെ തന്നെ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെതിരെയും നടപടി വന്നിരിക്കുന്നു. ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിശ്വനാഥ് സിൻഹ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. എന്തായാലും അനധികൃതമായി ബോച്ചയെ, അതായത് ബോബി ചെമ്മണ്ണൂരിനെ സഹായിച്ചു എന്നുള്ളത് കൃത്യമാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിലടക്കം അത് തെളിഞ്ഞിരുന്നു. ഒപ്പം ജയിൽ വകുപ്പും അന്വേഷിച്ച് മുഖ്യമന്ത്രിക്ക് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇവർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത്. തുടർന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് എത്തിക്കുമ്പോഴേക്കും വഴിവിട്ട സഹായം തന്നെയാണ് ഇവർക്ക് നൽകിയത്. ഡിഐജി അജയ്കുമാർ ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ, ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിൽ തന്നെയാണ് ഈ ജയിലിലേക്ക് വരുന്നത്. തുടർന്ന് 1-2 സ്ത്രീകളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിൽ തുടർന്ന് അവിടെ എത്തുന്നു. സന്ദർശക രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യാതെ അകത്തേക്ക് വരുന്നു. സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തുന്നു. കയ്യിൽ പണം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. ഇത്തരത്തിൽ ആ സൂപ്രണ്ടിന്റെ റൂമിലെ ശൌചാലയം ഉപയോഗിക്കുവാൻ പ്രതിക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള വഴിവിട്ട സഹായങ്ങളാണ് ചെയ്തത്. പക്ഷേ ഇതെല്ലാം തന്നെ നിരസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത് ഈ 2 ഉദ്യോഗസ്ഥരും. പക്ഷേ CCTV ദൃശ്യങ്ങൾ, തൊട്ടടുത്തുള്ള വനിതാ ജയിലിലെ CCTV ദൃശ്യങ്ങൾ അടക്കമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ടായി സമർപ്പിച്ചത്. കാരണം ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും നേരത്തെയും ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സുജയ, ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായം നൽകിയതിലാണ് ജയിൽ ഡിഐജി അജയ്കുമാറിന് സസ്പെൻഷൻ കിട്ടിയത്. റിനുവാണ് വിവരങ്ങൾ നൽകിയത്.